അണ്ണാ പുതിയ മാലയൊക്കെ മേടിച്ച? എടാ എലിവാലിന്റെ മാല എങ്ങനെയുണ്ട്? ഇതിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ ജിൽജിന്ന് പറക്കാം. അതെന്താന്ന് വിമാനമാണ്? നീ തമാശ പറഞ്ഞാണ? അതല്ലണ്ണ, കേരളത്തിലെ എലിവാലിട്ടവരൊക്കെ പുലിവാല പിടിച്ചെന്നാ കേക്കണ, അതുകൊണ്ട് പറഞ്ഞു. അതെന്താടാ കേരളത്തിലെല്ലാവരും എലി പിടിച്ച് തിന്ന? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അണ്ണം വലിക്കൂ? വലിക്കുമെന്ന രാത്രി 1 മണി വരെ വലിയോട് വലിയാണ്. ആസ്മ. പിന്നെ ഒരു കോൺ ആപ്ലിക്കേഷൻ വലിച്ചാൽ ആസ്മ മാറുള്ളൂ. എന്റെ പൊന്നെണ്ണ അതല്ല, പുക വലിക്കൂ. എന്നോട് കോണാൻ വാങ്ങിക്കാൻ പൈസ ഇല്ല, അപ്പോഴാണ് കോണാത്തില പോക. അതല്ല ഞാൻ വലിച്ചിട്ട് നിനക്കെന്താണ്? അതല്ലണ്ണ, ഈ സിനിമാക്കാരുടെ റാപ്പർമാരുടെ ഇടയിലൊക്കെ കഞ്ചാവും ഡ്രഗ്സൊക്കെ സുലഭം എന്നുള്ളൊരു തന്നെയുണ്ട്, അതുകൊണ്ട് വെച്ചു. എടാ സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രഗ്സ് ആണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമെങ്കിൽ അതിൻ്റെ അടിവേര് കണ്ടെത്തി അതിൻ്റെ ഉറവിടം ഇല്ലാതാക്കിയാണ്. അല്ലാതെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് മാഞ്ഞൊന്നും പോകില്ല. പിന്നെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. താഴേക്കിടയിൽ നിന്ന് മുകളിലേക്ക് ഒരുത്തം കയറി വരുമ്പോൾ കുറേ പേർക്ക് ചൊറിച്ചിൽ വരും. അപ്പോൾ എലിവാലായിട്ടും പുലിവാലായിട്ടും കുറേ കെണികൾ വരും. പക്ഷേ അതുകൊണ്ടൊന്നും അവരെ തളർത്താൻ പറ്റില്ല. ഒരാളുടെ പ്രതിഭയാണ് വിലയിരുത്തേണ്ടത്, അല്ലാതെ അയാളുടെ പേഴ്സണൽ ലൈഫല്ല. പിന്നെ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിലയിരുത്താനും നടപടിയെടുക്കാനും ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. അല്ലാതെ നമ്മളല്ല അതിനെ വിലയിരുത്തേണ്ടത്. അതുപോലെ അറിയാത്ത ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. കഞ്ചാവും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുടെ പുച്ഛം മാത്രം. പിന്നെ എനിക്ക് പറയാനുള്ളത്, സേ നോ ടു ഡ്രഗ്സ് ബട്ട് നോട്ട് ടു ഇവാലുവേറ്റ് എ പേഴ്സൺ വിത്ത് ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് മീഡിയ.